സുഹൃത്തുക്കൾക്കൊപ്പം ചായ കുടിക്കാൻ പോയ 17 വയസ്സുകാരനെ ഒരു സംഘം ആളുകൾ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. തലയിലും പുറത്തും കൈക്കും ഗുരുതര പരിക്ക്. വണ്ടൂർ അയിനിക്കോട് വെച്ചാണ് സംഭവം. പിതാവിന്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 7:15ഓടെയാണ് +2 വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ പതിവായി ചായ കുടിക്കാൻ പോകാറുള്ള അയിനിക്കോട്ടെ ചായക്കടയിലേക്ക് പോയത്. കടയ്ക്ക് മുന്നിൽ കാർ നിർത്തിയപ്പോൾ ഒരു സംഘം ആളുകൾ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. കല്ലുകൊണ്ടും ജാക്കി ലിവറും ഉപയോഗിച്ചാണ് മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന സഹോദരനും പരിക്കേറ്റിട്ടുണ്ട്. കാറിൽ കയറി വാതിലടച്ചതോടെ പുറകിലെ ഡിക്കി തുറന്ന് വീണ്ടും മർദ്ദിക്കുകയായിരുന്നു. ആ സമയം ആ വഴി പോയ ബന്ധുക്കൾ ഇത് കണ്ട് രക്ഷപ്പെടുത്തുകയായിരുന്നു. ആദ്യം പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. തലയിലും പുറത്തും കാലിലും മുറിവുകളുണ്ട്. വലത് കൈ ഒടിഞ്ഞിട്ടുണ്ട്. പുറത്ത് നീളത്തിൽ മുറിവേൽപ്പിച്ച പാടുകളുണ്ട്. മർദ്ദിച്ച സംഘത്തിൽ ഒരാൾ 10ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അന്ന് സ്കൂളിൽ ഉണ്ടായ പ്രശ്നത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് കരുതുന്നത്. ഞങ്ങളിങ്ങനെ എല്ലാ ഞായറാഴ്ചയും സ്ഥിരം ചായ കുടിച്ചാൽ പോകുന്ന സ്ഥലത്തേക്ക് നല്ല സുഹൃത്തുക്കളായി പോയതാണ്. ഒരു 7 ആളൊക്കെ ഉണ്ടാവും ഞങ്ങളപ്പം. അതിൽ ഒരു ചായ കുടിച്ച് ഇറങ്ങാൻ നിൽക്കാനും വീട്ടിൽ വരാൻ നിൽക്കാനും അതിലാണ് ഒരു 6 ആളൊക്കെ വന്നാണ്ട് അടി തുടങ്ങിയത്. ഫസ്റ്റ് മൂക്കിന് ഇടിച്ച് ഇവിടെയൊക്കെ പൊട്ടുണ്ട്. പിന്നെ ഓല് വന്നാണ്ട് കൈ കൊണ്ടും അല്ലാതെ തച്ചിട്ടില്ല, വെറും കല്ല്, ജാക്കി ലിവർ, ചാവിൻ്റെ കൂർപ്പാകം കൊണ്ടൊക്കെ പുറമൊക്കെ ആകെ മുറിയാക്കി. തലേൻ്റെ അവിടെയൊക്കെ ആകെ പൊട്ടും കുത്തൊക്കെ തലയിലൊക്കെ ആകെ കുത്തി. ഞങ്ങളതിൽ കാറിൽ കയറി കഴിച്ചിലാവാൻ നോക്കി. അതിലൊരു ഡിക്ക് തുറന്നു കണ്ട് അതിൻ്റെ ബാക്കിൽ നിന്ന് പുറമൊക്കെ ആകെ മാന്തി ചാവി കൊണ്ട് തലേൻ്റെ ബാക്ക് ഭാഗം ആകെ കുത്തി. കല്ലുകൊണ്ടും ജാക്കി ലിവർ കൊണ്ടൊക്കെ ആകെ അടിച്ചു തലേൻ്റെ സൈഡ് ഭാഗം. അത് നേരെ ഞങ്ങൾ നിയോൽക്ക് പോയി. അവിടെ നാട്ടുകാർ കുറേ ഉണ്ടായിരുന്നു. ആരും പിടിച്ചേക്കാൻ നിന്നിട്ടൊന്നുമില്ല. ഒക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഞങ്ങൾ നേരെ നിയോൽക്ക് പോയി. നിയോലിൽ നിന്ന് മഞ്ചേരി പോയി തലക്കൊക്കെ ടെസ്റ്റ് എടുത്തു. പിതാവിന്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. M5 ന്യൂസ്, മലപ്പുറം.